എന്തിനാ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന്? ഞാൻ കോഫി ഇട്ട് അങ്ങോട്ട് വരുമായിരുന്നല്ലോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചില്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഇല്ല. ഞാനും സഹായിക്കാം കേട്ടോ. അതിനുള്ള അവസരം വരുമ്പോ ഞാൻ പറയാം. ആഹാ, രാവിലെ തന്നെ അമ്മ കൊണ്ടുവന്ന പലഹാരത്തിന്റെ ടിന്നാണല്ലോ നോക്കുന്നത്. അതിനോടെ എന്തോ ഒരു കൊതിയ, ഒരു പ്രത്യേക ഇഷ്ടം. ഒരെണ്ണം ലേഖ്യം കഴിക്ക്. എനിക്ക് രാവിലെ മധുരം വേണ്ട. ഒരെണ്ണം കഴിക്കുന്നേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതെ, മധുരവും എരിവും പുളിയും അധികം വേണ്ടെന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഈ സമയത്ത് കൊതിയുള്ള പലഹാരം കഴിക്കണമെന്നാ പഴയ അമ്മമാരെല്ലാം പറയാറ്. അന്നത്തെ ഫുഡൊക്കെ മായം കലർന്നതൊന്നും ആയിരുന്നില്ല. ഇന്ന് അതുപോലെ അല്ലല്ലോ. പച്ചക്കറി വരെ കുഴപ്പമില്ലേ? ഒരു വല്ലാത്ത ടേസ്റ്റാ. ടേസ്റ്റ് കൂടിയിട്ടേ ഇന്നലെ ഒരുപാട് കഴിച്ചതാ. എന്നിട്ട് പിന്നെ കഴിക്കേണ്ടതൊന്നും കഴിച്ചതുമില്ല. രാത്രി ഒരു ഗ്ലാസ് പാല് പോലും കുടിച്ചിട്ടില്ല. അതിനി പരാതിയായിട്ട് എടുക്കണ്ട. പരാതിയായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ പരാതി പറയും മഹിയുടെ അമ്മയോട്. ഇനി ഇതുപോലുള്ള പലഹാരങ്ങളൊന്നും ഒരുപാട് ഉണ്ടാക്കി കൊണ്ടുവരരുതെന്ന് അത് അമ്മയോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇവിടെ വരുമ്പോഴും കുറച്ചുണ്ടാക്കി വെച്ചാൽ മതിയെന്നും പറയണം. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കഴിക്കില്ല. അത് ഞാൻ കഴിച്ചോളാം. ചായ. നീ ഇത്ര നേരത്തേക്ക് എഴുന്നേക്കാൻ തുടങ്ങിയോ? നേരത്തെ എഴുന്നേക്ക് മാത്രമല്ല, ചായ ഇട്ടു. ആദ്യം കണ്ണേട്ടനാ കൊണ്ടുവന്നേ. അപ്പോ അമ്മ എഴുന്നേറ്റില്ലേ? അമ്മ എഴുന്നേറ്റ് വന്നിട്ട് കുളിക്കാൻ പോയി. എഴുന്നേക്ക്, ദേ ചൂടാറുന്നതിന് മുമ്പ് ചായ കുടിക്ക്. കണ്ണേട്ടിന് പെട്ടെന്ന് നടക്കാൻ പറ്റുമായിരിക്കോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം തോമസ് സാർ തന്നിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. അതൊക്കെ നടക്കും കണ്ണേട്ടാ. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും പഴിക്കുന്നതില് കാര്യമുണ്ട്. ഒരിക്കൽ എനിക്ക് എന്റെ കണ്ണേട്ടനെ നേടിയെടുക്കായിരുന്നു. അന്ന് ആരുടെയും വാക്ക് ഞാൻ കേട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. നിന്നെ കെട്ടാൻ നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ വരുമോളെ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാൻ വലിയ പ്രയാസാ. അറിയാലോ, നീ ഉൾപ്പെടെ എല്ലാവരും കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുക. അത് ഭയം കൊണ്ടാ കണ്ണേട്ടാ. ഞങ്ങള് പെൺകുട്ടികൾക്കേ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ പറ്റുന്ന നല്ല ബന്ധങ്ങൾ വന്നാലേ ആരും വേണ്ടാന്നൊന്നും പറയില്ല. കണ്ണേട്ടന്റെ 2 കാൽപാദങ്ങളും ചലിച്ചു തുടങ്ങി. ഇനി അതിനേക്കാളും പുരോഗതി ഉണ്ടാവും. കണ്ണേട്ടന് നന്നായി നടക്കാൻ പറ്റും.
എനിക്കൊപ്പം തോളോട് തോൾ ചേർന്ന്. അവളുടെ മനസ്സ് മാറ്റിയെടുത്തത് എന്റെ ശത്രുക്കളാ. എങ്കിലും അവളൊരു പെൺകുട്ടിയാ. അവൾക്ക് അധിക മോഹമൊന്നും കൊടുക്കാൻ പാടില്ല. അത് എത്രയും പെട്ടെന്ന് തല്ലിക്കെടുത്തണം. മാർക്കോ, പിടിക്കണ്ടടാ, ഞാനും ഓക്കെ. അന്ന് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ ഇത്ര പെട്ടെന്ന് നിനക്ക് നടക്കാൻ കഴിയുമെന്ന് കരുതിയതേ ഇല്ല. എന്നെ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അതുകൊണ്ടാ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവെന്ന് പറഞ്ഞ ഡോക്ടർ പോലും പിന്നീട് മൂക്കത്ത് വിരൽ വെച്ചത്. അത് ശരിയാ, ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന വരെ പറയുമായിരുന്നു, മുറിച്ചിട്ടാൽ മുറി കൂടുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ നിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു വന്നു. പാവം പതുക്കെ. കണ്ണൻ സാറിന്റെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. ആ സമയത്ത് തന്നെ രക്ഷിച്ചെന്ന് മാത്രമല്ല, ഒരുത്തന്നെ കിടത്തുകയും ചെയ്തു. ഡാ, നീ ഒന്ന് കണ്ണൻ സാറിനെ വിളിച്ചു തന്നേ. ആ ലോപ്പസേ, മാർക്കോയും ഞാനും കൂടെ നടക്കോ സാറേ? ആഹാ, ദേ, ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഹലോ സാറേ. ആ നടന്നു തുടങ്ങിയോ? ആ, ബെഡിൽ കിടക്കുമ്പോഴാ ശരീരത്തിന് എല്ലിനൊക്കെ വേദന തോന്നുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട്. സൂക്ഷിക്കണം. ഈ സമയത്താ ശത്രുക്കൾ തലപൊക്കുന്നേ. പാഞ്ഞു വന്ന വണ്ടിയല്ലേ സാറേ എൻ്റെ ബുള്ളറ്റിനെ ഇടിച്ച് തെറിപ്പിച്ചത്. ഓ, ആ വണ്ടി ഇനി ഉപയോഗിക്കാൻ പറ്റില്ല സാറേ. പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ എൻജിൻ ഉൾപ്പെടെ ഒന്നിനും കേടുപാട് സംഭവിച്ചിട്ടില്ല. എല്ലാം സെറ്റായി കഴിഞ്ഞു. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ. ആരായിരിക്കും ഈ മേഘനോട് സാറ് നടന്ന കാര്യം പറഞ്ഞത്? അതൊന്നും മലയിന്ന് വീണിട്ട് ശരീരം തളർന്നു കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ മേഘൻ തോമസ് സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അവനിപ്പോ അവിടെ അഡ്മിറ്റ് ആണെന്നാ സാർ പറഞ്ഞത്. മിക്കവാറും അവനായിരിക്കും നടന്ന സംഭവങ്ങൾ മേഘനെ അറിയിച്ചത്. ഓ, അത് ശരി. എന്നാ ഇവിടുന്ന് ലോപ്പസുമായിട്ട് ഞാൻ അങ്ങോട്ടാ പോകുന്നത്, അവനെ കാണാൻ. കണ്ടിട്ട് സംസാരിക്കേണ്ട ഭാഷയിൽ തന്നെ ഞാൻ അവനോട് കാര്യം പറഞ്ഞോളാം. അവന്മാർക്ക് എന്നെ പേടിയാ സാറേ, പ്രത്യേകിച്ച് അന്ന് മലയിലെ രംഗങ്ങൾ കണ്ട ശേഷം. അവൻ്റെ കൂട്ടുകക്ഷികളൊക്കെ പോയില്ലേ, ഇനി ശരീരം ചതഞ്ഞു കിടക്കുന്ന അവൻ അവൻ്റെ ആയുസ് വെച്ച് കളിക്കില്ല. സാർ ഏതായാലും ഒന്ന് സൂക്ഷിക്കണം. മേഘനെ വീണുള്ളൂ. പ്രതാപൻ ഉൾപ്പെടെ പലരും ഇനിയും കഴുകൻ്റെ കണ്ണുകളുമായിട്ട് നടക്കുക. സാറിനെ മഹാലക്ഷ്മിയൊക്കെ കൊത്തി വലിക്കാൻ ആ ഓർമ്മ വേണം സാറേ. എന്നാ ശരി സാറേ. വാ. കണ്ണേട്ടാ, ഇന്ന് ഏതായാലും നമുക്കൊക്കെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റിയേക്കും. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇന്ന് മിക്കവാറും അവളുടെ വയറ്റിൽ വെച്ച് തന്നെ കത്തിപ്പോവും. എന്ന് നിനക്കെങ്ങനെ അറിയാം? അവളുടെ അമ്മ ഇന്നലെ പോയി മൂത്ത മോൾക്ക് ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിനകത്താ കരുണയുടെ അച്ഛൻ വിട്ട ഗുണ്ട പോയി വിഷം കലർത്തിയത്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, പക്ഷെ കുഞ്ഞു പോവും. ഒരു കണക്കിന് ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ അത് തന്നെയാ നല്ലത്. കുഞ്ഞു പോയപ്പോ കരുണ കരഞ്ഞ കരച്ചില് അവളും കരയട്ടെ. എന്നിട്ട് അത് നമുക്ക് പോയി കണ്ട് ആസ്വദിക്കാം. അവൾ അത്രത്തോളം അഹങ്കരിക്കല്ലേ,
ഫൈനാൻസിയേഴ്സിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ വന്ന് അവളവിടെ അധികാരം കാണിക്കല്ലേ. അതിനവളെ മൂലക്കിരുത്തിയേ പറ്റൂ കണ്ണേട്ടാ. ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തുമില്ല. ഞാനെന്തോട്ടുന്നത് എവിടെ പോയി കിടക്കുന്നു? അയ്യോ, എന്തു പറ്റി? അയ്യോ മഹി, എന്താ ആനന്ദേട്ടാ, ഇങ്ങോട്ട് വാ. ആനന്ദേട്ടനത് എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ പറ്റിയത്? മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മഹിക്ക് നല്ല വയറുവേദന, ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. തോമസ് സാറിന്റെ അടുത്ത് പോയാ മതി. എന്നാ വാ, വേഗം പോ. സൂക്ഷിച്ചു. പതുക്കെ. കണ്ണാ, എടാ മഹിക്ക് തീരെ വയ്യ. എടാ അനന്തു, അയാൾ കഴിച്ച പലഹാരത്തിൽ വിഷമുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം. പെട്ടെന്ന് അയാളെ തോമസ് സാറിന്റെ അടുത്തേക്ക് എത്തിക്കേ. ശരിടാ. ആനന്ദേട്ടാ, ഒന്ന് വേഗം വാ. പതുക്കെ. എന്ത് പറ്റി അനന്തു? സാർ, വിഷം ഉള്ളി ചെന്നു തോന്നുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്താ കഴിച്ച മോളെ? എനിക്ക് വയ്യ സാറേ. അയ്യോ മഹി, അയ്യോ മഹി. കറിക്കോ? സൂക്ഷിച്ച്. രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ച പലഹാരം കഴിച്ചതാ. പക്ഷെ അതിനകത്ത് വിഷം പുരണ്ടിട്ടുണ്ടായിരുന്നു. സൂക്ഷിക്കണ്ടേ? അപകടം ഒഴിവാക്കാനല്ലേ നിങ്ങൾക്കൊപ്പം ഇവളെ അയച്ചത്. പേടിക്കണ്ട, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട. മറുമരുന്ന് ഇപ്പൊ തന്നെ ഉള്ളിച്ചെല്ലണം.
മഹാലക്ഷ്മി കുടിച്ചിരിക്കുന്നത് എത്ര കൊടിയ വിഷമാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ ശക്തിയില് ഉള്ളിൽ ചെന്ന വിഷം നിർവീര്യമാകണം. ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കൊത്തേറ്റവരെ പോലും ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന കുട്ടിയാ. അവൾക്കും അവളുടെ കുഞ്ഞിനും ഒരാപത്തും വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മൃതസഞ്ജീവിനി പോലെ പ്രവർത്തിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഇടിച്ചു പിഴിയണം. അതുവരെ ഉള്ളിൽ ചെന്ന വിഷം പ്രവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് പരിക്ക് പറ്റില്ല, പക്ഷേ കുഞ്ഞിന് പരിക്ക് പറ്റുന്നത് അമ്മയ്ക്കും കുഞ്ഞിന്റെ അച്ഛനും താങ്ങാൻ പറ്റില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടാനുള്ള കഷ്ടപ്പാടില്ല രണ്ടാളും. ജയബാല, പെട്ടെന്നാവട്ടെ. എല്ലാവരും കഴിവിന്റെ പരമാവധി ഒന്ന് പരിശ്രമിക്കൂ. ശരി സാറേ. ഒന്ന് പെട്ടെന്നാവട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ്. സാറേ, മരുന്നുകളെല്ലാം റെഡിയാണ്. താൻ പെട്ടെന്ന് ആ കൂട്ടുകളൊക്കെ എടുത്തോണ്ട് വാ. ശരി സാർ. കുടിച്ചേ. ഇപ്പോ അവളുടെ കുഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലേ മുത്തശ്ശി? പോകാതെ പിന്നെ മരുന്നകത്ത് ചെന്നതുകൊണ്ടല്ലേ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇനിയിപ്പോ ആര് വിചാരിച്ചാലും ശരി, കുഞ്ഞിനെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. അച്ഛനകത്താവോ എന്തോ? അവനെങ്ങനെ അകത്താകാനാ? അതിന് അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല മുത്തശ്ശി, ആ അനന്തുവിന്റെ വീട്ടിലെ CCTV ഒക്കെ ഉള്ളതാ. അപ്പൊ മതില് ചാടിപ്പോയ ഗുണ്ടയൊക്കെ അവര് കണ്ടു കാണുമല്ലോ. അതിനവൻ മുഖം മറച്ചല്ലേ പോയത്, പിന്നെ എങ്ങനെയാ കാണുന്നത്? ഇനിയിപ്പൊ കണ്ടാ തന്നെ അവൻ പ്രതാപന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല. പോലീസുകാര് ചോദിക്കേണ്ട രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ പറയും മുത്തശ്ശി. ഒന്നെങ്കിൽ മേഘേട്ടൻ, അല്ലെങ്കിൽ അച്ഛൻ. രണ്ടിലൊരാളാണ് ഇതിന് പിന്നിലെന്ന് അവർക്കൊക്കെ അറിയാം. മോളെ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ജയിലിലേക്ക് പോകേണ്ടി വന്ന പ്രതാപൻ അങ്ങ് പൊക്കോളും. അതിനൊന്നിനും ഒരു മടിയില്ലാത്ത കൂട്ടത്തിലവൻ. അവന്റെ കൺമുന്നിൽ വെച്ച് എന്നെ തല്ലിയത് അവനും സഹിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞു പോയിട്ട് വാവിട്ട് നിലവിളിക്കുന്ന അവളെ എനിക്കൊന്ന് കാണുന്നുണ്ടോ മുത്തശ്ശി? നമ്മളിപ്പോ അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ അവിടെ ചെന്ന് സന്തോഷം പ്രകടിപ്പിക്കുമ്പോ അവക്ക് കൂടുതൽ വാശി വരും. അച്ഛനെയും മുത്തശ്ശിയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അനന്തുവിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നില്ലേ മുത്തശ്ശി? അവിടെ പോയി തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എനിക്ക്. മോളെ, നമ്മൾ ഒന്നേന്ന് തുടങ്ങിക്കഴിഞ്ഞു മോളെ. ആദ്യം കുഞ്ഞ്, പിന്നെ അവള്. എന്തായാലും അർഹതയില്ലാത്ത സ്വത്ത് അവൾ അനുഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. കണ്ണേട്ടന്റെ ഫിനാൻഷ്യൽസിൽ പോയപ്പോ ഞാൻ അവളിരുന്ന MD കസേരയിലൊന്നും ഇരുന്നായിരുന്നു. ആ കസേര ഞാനിപ്പോ വല്ലാതെ മോഹിക്കുന്നുണ്ട് മുത്തശ്ശി. അതൊക്കെ നടക്കും മോളെ, നടക്കും. കണ്ണൻ കമലേശ്വരത്തെ എല്ലാ ബിസിനസിന്റെയും തലപ്പത്തിരിക്കുന്ന ഒരു ദിവസം വരും. മഹാലക്ഷ്മി ഇല്ലാതായ പിന്നെ കണ്ണന് തന്നെയാണ് പഴയതുപോലെ കമലേശ്വരത്തെ സ്വത്തിന്റെ അവകാശം. അവനെ കെട്ടണമെന്ന് പറഞ്ഞാണ് വാമദേവൻ അവന്റെ മോളെ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവളെ കെട്ടിയാലും
അവനിനി കുട്ടികളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ പിന്നെ മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്വത്തിന്റെ ഒക്കെ അവകാശം. ആ മോളെ, ഞാനും പ്രതാപനും പോകാറുള്ള അയ്യപ്പ ക്ഷേത്രത്തില് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നുമുണ്ട്. അതിന്റെ ഫലം കാണാതിരിക്കില്ല. ഓ മോളെ, എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞല്ലോ. ഇപ്പൊ അവളുടെ കുഞ്ഞും പോയല്ലോ. പോയെന്ന് ആരും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി. പറഞ്ഞില്ലെങ്കിൽ അവളെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയല്ലോ, അത് നമ്മൾ അറിഞ്ഞല്ലോ. അല്ലെങ്കിലും കുഞ്ഞു പോയ പോലെയാ വിഷം അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ.